സ്മാർട്ട് ടോപ്പറിന്റെ പുതിയൊരു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഇക്വലൻസ് റിലേഷൻ. അപ്പൊ ഇക്വലൻസ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എങ്ങനെയാണ് ഇക്വലൻസ് റിലേഷൻ ചെക്ക് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. എന്താണ് ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് ബേസിക് ടേംസ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ളത് അറിഞ്ഞിരിക്കണം. എന്താണ് റിലേഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ റിലേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്? രണ്ട് സെറ്റ്, എ എന്നൊരു സെറ്റ്, ബി എന്നൊരു സെറ്റ്. അപ്പൊ എ ബിയുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു? എ ക്രോസ് ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ശരിയല്ലേ? എ ക്രോസ് ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെറ്റ് തന്നെയാണ്. ഈ സെറ്റിലെ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ്? ഈ സെറ്റിലെ എലമെന്റ്സിനെ നമ്മൾ ഓർഡേർഡ് പേഴ്സ് ആക്കിയാണ് എഴുതുന്നത്. ഓർഡേർഡ് പേഴ്സ് ഓർമ്മയുണ്ടോ? ഓർഡേർഡ് പേഴ്സ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സെറ്റിലെ എലമെന്റ്സിനെ എഴുതുന്നത്. ഈ സെറ്റിനകത്ത് വരുന്ന ഈ ഓർഡേർഡ് പേഴ്സിലെ എലമെന്റുകളുടെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എയിൽ നിന്നായിരിക്കും, സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് ബിയിൽ നിന്നായിരിക്കും. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എയിൽ നിന്നും, സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് ബിയിൽ നിന്നും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സെറ്റ് എടുക്കുന്നു. ആ സെറ്റ് എ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? 1, 2 എന്ന് ഡിഫൈൻ ചെയ്യുന്നു ഒരു സെറ്റ്. ബി എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? എ ബി എന്ന് ഡിഫൈൻ ചെയ്യുന്നു. അപ്പൊ എ ക്രോസ് ബിയിൽ എങ്ങനെ എഴുതാൻ പറ്റും? എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡേർഡ് പേഴ്സ് ആണ്. എയിലെ എലമെന്റ് 1ഉം 2 ആണ്. അപ്പൊ അത് ഞാൻ 1 എടുക്കുന്നു, അത് ബിയിലെ എലമെന്റുകളായിട്ട് പെയർ ചെയ്യണം. ദാറ്റ് 1 is 1ഉം എയും കൂടെ എഴുതുമ്പോൾ ഫസ്റ്റ് ഓർഡേർഡ് പെയർ. പിന്നെ 1ഉം ബിയും എഴുതാമല്ലോ, എഴുതാം. ഇനി നമുക്ക് ആരെ എടുക്കാം? 2 ഫസ്റ്റ് എലമെന്റ് ആയിട്ട് എടുക്കാം. എയിലെ എലമെന്റ് ആണ് 2. സോ ബിയിലെ എലമെന്റുകളുമായിട്ട് എന്ത് ചെയ്യാം? പെയർ ചെയ്യാം. ഇപ്പൊ 2a വരും, പിന്നെ അതേപോലെ 2b വരും. അപ്പൊ ഇതാണ് നമ്മൾക്ക് കിട്ടുന്ന പോസിബിൾ എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി. അതായത് എയിലെയും ബിയിലെയും എലമെന്റ്സുകളെ എന്ത് ചെയ്യുന്നു? പെയർ ചെയ്യുന്നു. അങ്ങനെ പെയർ ചെയ്ത് നമ്മൾ സെറ്റ് ആക്കി എഴുതുന്നതാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഇതാണ് എ ക്രോസ് ബി. ദാറ്റ് ഈസ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി. ക്ലിയർ അല്ലേ? ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ ഒരു സബ്സെറ്റ് ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ റിലേഷൻ. നമ്മൾ റിലേഷനെ ഒരു ക്യാപിറ്റൽ ആർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് വാട്ട്? എ ക്രോസ് ബി. ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഈ റിലേഷനിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നതാണ്? ഇതിലുള്ള എലമെന്റ്സ് ആയിരിക്കും. ഇനി ഞാൻ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാം. റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നതും ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ പോലെ തന്നെയാണ്. റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് സെറ്റ് എയിൽ നിന്നും ഒരു സെറ്റ് ബിയിലേക്ക്. റിലേഷൻ ഈസ് ഡിഫൈൻഡ് ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി. ഇത് എന്തിന്റെ സബ്സെറ്റ് ആണ്? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന സെറ്റ് എ ആണ്, ഇവിടെ എടുത്തിരിക്കുന്ന സെറ്റ് ബി ആണ്. റിലേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു റിലേഷൻഷിപ്പ് ആണ്. എന്താണ് റിലേഷൻ എന്ന് പറയുന്നത്? ഒരു റിലേഷൻഷിപ്പ് ആണ്. ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്? എ എന്ന സെറ്റും ബി എന്ന സെറ്റുമായിട്ട് തമ്മിൽ റിലേഷൻഷിപ്പ്. ആര് ഡിസ്ക്രൈബ് ചെയ്യണം? നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പൊ എ എന്ന സെറ്റിലെ എലമെന്റ്സിനെ ബി എന്ന സെറ്റുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്ത് അതിനെ ഓർഡേർഡ് പേഴ്സ് ആക്കി എഴുതി നമ്മൾ ഒരു സെറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റിലേഷൻ. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ നമുക്ക് സെറ്റ് എ 1, 2 എന്നുണ്ട്, സെറ്റ് ബി എ ബി എന്നുണ്ട്. ഞാൻ ഇവിടുത്തെ റിലേഷൻ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ഫസ്റ്റ് എലമെന്റിനെ സെക്കൻഡ് എലമെന്റ് ആയിട്ടും, എയിലെ ഫസ്റ്റ് എലമെന്റിനെ ബിയിലെ സെക്കൻഡ് എലമെന്റ് ആയിട്ടും, അതേപോലെ എയിലെ സെക്കൻഡ് എലമെന്റിനെ ബിയിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ടും എന്ത് ചെയ്യണം? പെയർ ചെയ്യണം. അതാണ് ഞാൻ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന റിലേഷൻ. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? എയിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്, ബിയിലെ സെക്കൻഡ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ബി ആണ്, സ്മോൾ ബി. ഇനി അടുത്ത ഓർഡേർഡ് പെയർ റിലേഷൻ എങ്ങനെയാ? സെക്കൻഡ് എലമെന്റിനെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട്. അപ്പൊ ഫസ്റ്റ് എയിലെ സെക്കൻഡ് എലമെന്റ് ഏതാ? 2 ആണ്. ബിയിലെ ഫസ്റ്റ് എലമെന്റ് ഏതാണ്? എ ആണ്. ഇതാണ് നമ്മുടെ റിലേഷൻ. അപ്പൊ റിലേഷനിൽ എന്ത് വന്നു? 1b ഓർഡേർഡ് പെയർ 1b, ഓർഡേർഡ് പെയർ 2b. ശരിയല്ലേ? ഈ രണ്ട് എലമെന്റ്സും എ ക്രോസ് ബിയിൽ ഇല്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്
ഓഫ് ദാറ്റ് ടു സെറ്റ്സ്. ഏത് സെറ്റ്സിലാണോ നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആ റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഇനി ചില ക്വസ്റ്റിനകത്ത് ഇങ്ങനെ ഡിഫൈൻ ചെയ്യും, ആർ ഓൺ എ റിലേഷൻ ഓൺ എ സെറ്റ് എന്ന് ഡിഫൈൻ ചെയ്യും. റിലേഷൻ ഓൺ എ സെറ്റ് എ, റിലേഷൻ ഓൺ എ സെറ്റ് എ എന്ന് ഡിഫൈൻ ചെയ്ത അതിന്റെ മീനിങ് എന്താണ്? ആർ ഈസ് ഡിഫൈൻഡ് ഫ്രം എ സെറ്റ് എ ടു ഇറ്റ്സെൽഫ്. എ എന്ന സെറ്റിൽ എലമെന്റ്സ് എടുത്തിട്ട് ആ എലമെന്റ്സിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു? ഒരു റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നതാണ് അവിടുത്തെ റിലേഷൻ. അതിനെ നമ്മൾ പറയുന്നത് റിലേഷൻ ഓൺ എ സെറ്റ് എ. റിലേഷൻ ഓൺ എ സെറ്റ് എ. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ റിലേഷൻ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. ഡെഫിനിഷൻ പറയുന്നത് എന്താണ്? എ റിലേഷൻ ആർ ജനറലി ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആർ യൂസ് ചെയ്തിട്ടാണ്. രണ്ട് സെറ്റുകൾ വേണം ആര് ഡിഫൈൻ ചെയ്യാൻ? റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ. ആ റിലേഷനിൽ നമുക്ക് എന്ത് വേണം? ഒരു റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യണം. എങ്ങനെ ആയിരിക്കണം? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി എടുക്കുമ്പോൾ എയിലെ ഫസ്റ്റ് എലമെന്റിനെ ബിയിലെ സെക്കൻഡ് എലമെന്റുമായിട്ട് എന്ത് ചെയ്യണം? എയിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എ എന്ന സെറ്റിലെ ഫസ്റ്റ് എലമെന്റ് അല്ല, ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതുന്ന ഫസ്റ്റ് എലമെന്റ് അത് എവിടെ ഉള്ളതായിരിക്കും? എയിലുള്ളതായിരിക്കും. ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതുമ്പോൾ ഇപ്പൊ നമ്മൾ ഓർഡേർഡ് പെയർ എ ബി എന്ന് എഴുതാൻ അതിന്റെ അർത്ഥം എന്താണ്? എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ ആൻഡ് ബി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ബി ആണ്. ആദ്യത്തെ എലമെന്റ് എയിൽ നിന്ന് വരുന്നു, രണ്ടാമത്തെ എലമെന്റ് ബിയിൽ നിന്ന് വരുന്നു. സോ ഓർഡേർഡ് പെയർ എ ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് ഈസ് ഫ്രം ദ സെറ്റ് എ ആൻഡ് ദ സെക്കൻഡ് എലമെന്റ് ബി ഈസ് ഫ്രം ദ സെറ്റ് ബി. അങ്ങനെ വരുന്ന രണ്ട് സെറ്റുകളിലെ എന്ത് ചെയ്യുന്നു? എലമെന്റുകളെ ഒരു റിലേഷൻഷിപ്പ് ബേസിസ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴാണ് അത് എന്താവുന്നത്? ഒരു റിലേഷൻ ആവുന്നത്. ഓക്കെ, അപ്പൊ റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലേഷൻ ആവും. റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാതെ നമ്മൾ വെറുതെ രണ്ട് എലമെന്റ്സിനെ എടുത്ത് ഓർഡേർഡ് പെയർ ആക്കി എഴുതുകയാണെങ്കിൽ അതെന്താവും? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആവും. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് റിലേഷൻ. ഇനി നമുക്ക് റിലേഷന്റെ ഒരു എക്സാമ്പിളിലേക്ക് പോകാം. നോക്കിക്കേ, ഞാൻ ഇവിടെ ഡയഗ്രാം ഫോമിലാണ് തന്നിരിക്കുന്നത്. എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ആണ് എ ബി സി. ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ആണ് 1 2 3. ഇവിടെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന റിലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയിലെ ഫസ്റ്റ് എലമെന്റിനെ ബിയിലെ ഫസ്റ്റ് എലമെന്റുമായിട്ട് എന്ത് ചെയ്യുക? റിലേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടുത്തെ ആർ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? എയിലെ ഫസ്റ്റ് എലമെന്റിനെ ബിയിലെ ഫസ്റ്റ് എലമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുക. അപ്പൊ എനിക്ക് ഇവിടുത്തെ ആറിലെ എലമെന്റ്സിനെ എങ്ങനെ എഴുതാം? ഇവിടുത്തെ ആറിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആറിലെ എലമെന്റ്സ് എങ്ങനെ ഇരിക്കും? എയിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ എ, ബിയിലെ ഫസ്റ്റ് എലമെന്റ് 1. സോ A1 is the first element in R. Then second എലമെന്റിനെ ബിയിലെ സെക്കൻഡ് എലമെന്റുമായിട്ട് പെയർ ചെയ്യണം. ദാറ്റ് ഈസ് B2. തേർഡ് എലമെന്റിനെ തേർഡ് എലമെന്റുമായിട്ട് പെയർ ചെയ്യാം. സോ C3. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു റിലേഷൻ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി ഈ റിലേഷൻസ് എന്ന് പറയുമ്പോൾ ധാരാളം ടൈപ്പ് ഓഫ് റിലേഷൻസ് ഉണ്ട്. ഞാനിപ്പോ തന്നെ പല റിലേഷൻസ് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് റിഫ്ലെക്സീവ് റിലേഷൻ? റിഫ്ലെക്സീവ് റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ് റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു റിലേഷൻ തന്നെ അല്ലേ? ആണ്, ഇതൊരു റിലേഷൻ തന്നെ ആണ്. അപ്പൊ ഈ റിഫ്ലെക്സീവ് റിലേഷന്റെ പ്രത്യേകത എന്താ? ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ആർ വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ റിലേഷൻ എപ്പോഴും ഡിഫൈൻ ചെയ്യുന്ന ഒരു സെറ്റിൽ നിന്നും വേറൊരു സെറ്റിലേക്കാണ്. അപ്പൊ ഇവിടെ ഞാൻ സെയിം സെറ്റ് തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുന്നു. ആ സെറ്റിലെ ഒരു എലമെന്റ് ആണ് എ ബി സി. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ എടുത്തു. ആ സെറ്റിലെ എലമെന്റ്സ് എ ബി സി. ഞാൻ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ എയിൽ നിന്നും എയിലേക്ക് തന്നെയാണ്. എയിൽ നിന്നും എയിലേക്ക്, അതായത് എ എന്ന സെറ്റിൽ നിന്നും എ എന്ന സെറ്റിലേക്കാണ്. ഒരു സെറ്റില് റിഫ്ലെക്സീവ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം. ആ തന്നിരിക്കുന്ന സെറ്റിലെ എലമെന്റുകളെ ആ എലമെന്റുകളോട് തന്നെ, അതായത് സെയിം എലമെന്റ്സുമായിട്ട് എന്ത് വേണം? റിലേഷൻ വേണം. അതായത് സെയിം എലമെന്റുകളെ തമ്മിൽ റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ എടുക്കുന്ന സെറ്റിലെ എലമെന്റുകളെ ആ എലമെന്റുകളുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് വിളിക്കാം. അപ്പൊ എ എന്ന സെറ്റ് ഞാൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? എ ബി സി. അപ്പൊ റിഫ്ലെക്സീവ് റിലേഷൻ ആണെങ്കിൽ ആറില് എങ്ങനെയുള്ള എലമെന്റ്സ് വരണം? എ ഒരു എലമെന്റ് അല്ലേ? എയിലെ ക്യാപിറ്റൽ എയിലെ ഒരു എലമെന്റ് അല്ലേ എ? അതെ. അപ്പൊ ഈ ക്യാപിറ്റൽ എയിലുള്ള ഈ എലമെന്റിനെ ആ എലമെന്റുമായിട്ട് തന്നെ എന്ത് ചെയ്യണം? റിലേറ്റ് ചെയ്യണം. സോ എ ആറിൽ വരും. പിന്നെ ആര് വരും? ബി ആറിൽ വരും. കാരണം ബി യുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്യുന്നു.
സി എ സിയു ആയിട്ട് തന്നെ റിലേറ്റ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് റിഫ്ലെക്സീവ് റിലേഷൻ. ഇതിന്റെ കൂടെ മറ്റു ഓർഡേർഡ് പെയർസും വരാം. പക്ഷെ റിഫ്ലെക്സീവ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന സെറ്റിലെ എലമെന്റുകളെല്ലാം അതിനോട് തന്നെ റിലേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഇതിന്റെ കൂടെ ബി സി വന്നാലോ ബി എ വന്നാലോ ഒന്നും പ്രശ്നമല്ല. ഓക്കെ, സോ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സെറ്റിലെ എലമെന്റുകളെ അതാത് എലമെന്റുകളിലേക്ക് തന്നെ എന്ത് ചെയ്യണം? റിലേറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: എ റിലേഷൻ വിത്ത് എ എലമെന്റ് ഓഫ് ആർ ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എ. അതായത് എ എന്ന സെറ്റ് ഉണ്ടല്ലോ, എ എന്ന സെറ്റിലെ ഓരോ എലമെന്റുകളും, എ എന്ന് പറയുന്നത് ഇവിടെ എ എന്ന് പറയുന്ന ഒരു റെപ്രസെന്റേറ്റീവ് വേരിയബിൾ ആണ്. ഈ ക്യാപിറ്റൽ എയിലെ ഓരോ എലമെന്റുകളും എടുക്കുമ്പോൾ അതിനെ എങ്ങനെ എഴുതാൻ പറ്റണം? എ ഫോമിൽ എഴുതാൻ പറ്റണം. അത് എവിടെ വരികയും വേണം? ആറില് വരികയും വേണം. ആറില് വരികയും ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം? റിഫ്ലെക്സീവ് റിലേഷൻ. സോ ആർ ഇസ് കോൾഡ് റിഫ്ലെക്സീവ് റിലേഷൻ. ഓക്കെ, സോ എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. കുറച്ചുകൂടെ ക്ലിയർ ആവും. വളരെ സിമ്പിൾ അല്ലേ? നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന സെറ്റ് 1 2 3 ശരിയാണല്ലോ? ആണ്. ഇത് റിലേഷൻഷിപ്പ് ഇവിടെ തന്നിരിക്കുന്നത് ഏതാ? റിലേഷൻ തന്നിരിക്കുന്നത് എങ്ങനെയാ? എയിന്ന് എയിലേക്ക് തന്നെയാണ്. റിലേഷൻ ആർ ഓൺ സെറ്റ് എ ആണ്. റിലേഷൻ ആർ ഓൺ സെറ്റ് എ. സോ എയിലെ എലമെന്റ്സിനെ എയിൽ എലമെന്റ്സുമായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 1 1 ഈ എലമെന്റ്സ് എല്ലാം എയിലുള്ള എലമെന്റ്സ് ആ. 1 2 3 1 2 3 അല്ലാതെ ഏതെങ്കിലും എലമെന്റ്സ് ഉണ്ടോ ഇതിനകത്ത്? ഓർഡേഡ് പെയർ വരുന്നുണ്ടോ? വരുന്നില്ല. ഇനി ഓർഡേഡ് പെയർ എടുത്തിരിക്കുന്ന നോക്കേ, 1 1 2 2 3 3 1 2 2 3 ഒരു റിലേഷൻ ആണ്. ഇത് റിഫ്ലെക്സീവ് ആവുമെന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യാം? എയിലുള്ള എലമെന്റ്സ് 1 2 3 ആണ്. അപ്പൊ 1 1നോട് തന്നെ റിലേറ്റ് ചെയ്യണം. ഇവിടെ തന്നിട്ടില്ലേ? 1 1നോട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. 2 2നോട് തന്നെ റിലേറ്റ് ചെയ്യണം. 2 റിലേറ്റഡ് ടു 2 ഉണ്ട്. 3 3യോട് തന്നെ റിലേറ്റ് ചെയ്യണം. 3 റിലേറ്റഡ് ടു 3 ഉണ്ട്. ഇനി എലമെന്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ 3 എലമെന്റ്സ് ഉള്ളത് 3 എലമെന്റ്സും അതേ എലമെന്റുകളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? റിലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ആർ ഈസ് റിഫ്ലെക്സീവ്. സോ ആർ എന്തായി? റിഫ്ലെക്സീവ് ആയി. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. സോ ആ കേസ്, ആദ്യത്തെ കേസിൽ ആർ റിഫ്ലെക്സീവ് ആണ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കിക്കേ, അവിടെയും ഞാൻ സെറ്റ് എടുത്തിരിക്കുന്നത് 1 2 3 എന്ന് തന്നെയാണ്. ഇനി നോക്കിക്കേ, ഇവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓർഡേഡ് പെയർ 1 1, ഓർഡേഡ് പെയർ 2 2, ഓർഡേഡ് പെയർ 1 2, ഓർഡേഡ് പെയർ 2 3. ശരിയല്ലേ? ഈ ആർ എന്ന് പറയുന്നത്, അതായത് ഗിവൺ ആർ ഈസ് റിഫ്ലെക്സീവ് ഓർ നോട്ട്, റിഫ്ലെക്സീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യാം? എ എന്ന് പറയുന്ന സെറ്റിന് 3 എലമെന്റ്സ്. ഏതൊക്കെ എലമെന്റ്? 1 2 3. അപ്പൊ ഈ 3 എലമെന്റ്സും അതാത് എലമെന്റുകളോട് റിലേറ്റഡ് ആണോ ചെക്ക് ചെയ്യാം. ഇപ്പൊ 1 1 ഫസ്റ്റ് എലമെന്റ് 1 ആണ്. സോ 1 is related to 1. It is correct. 2 is related to 2. But 3 is not related to 3. 3 related to 3 ആണോ? തന്നിട്ടില്ല. നമ്മുടെ ഈ ആർ എന്ന റിലേഷനിൽ അങ്ങനെ ഒരു ഓർഡേഡ് പെയർ ഇല്ല. സോ 3 related to 3 എന്ന എലമെന്റ് എവിടെ വരുന്നില്ല? ആറിൽ വരുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ആർ എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. 3 ഓർഡേഡ് പെയർ 3 3 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതെന്താവും? റിഫ്ലെക്സീവ് ആവും. So the given R is not an example for reflexive relation. Clear അല്ലേ? 3 3 എന്ന പെയർ എവിടെ ഇല്ല? ആറിലില്ല. So it is not reflexive. Okay, clear ആണേ? നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് സിമെട്രിക് റിലേഷൻ. ഒരു റിലേഷൻ സിമെട്രിക് ആണോ എന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? തന്നിരിക്കുന്ന റിലേഷനിൽ ഓർഡേഡ് പെയർ എ ബി ഉണ്ടെങ്കിൽ ഓർഡേഡ് പെയർ ബി എ നമുക്ക് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? The given R is symmetric എന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇവിടെ നമ്മൾ സെറ്റ് എ എടുക്കുന്നു. എയിലാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്? റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്ത് ഇവിടെ തന്നിട്ടുണ്ടോ? ഓക്കെ, ഇവിടുത്തെ ഡിഫൈൻ ചെയ്ത റിലേഷൻ ആണ് 1 1 2 2 3 3. ഓർഡേഡ് പെയർസ് ആണ്. ഓർഡേഡ് പെയർ 1 1, ഓർഡേഡ് പെയർ 2 2, ഓർഡേഡ് പെയർ 3 3, ഓർഡേഡ് പെയർ 1 2, ഓർഡേഡ് പെയർ 2 1. ശരിയല്ലേ? ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ. ഈ റിലേഷൻ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്കറിയാം ഓർഡേഡ് പെയർ എ ബി ആറിലുണ്ടെങ്കിൽ ഓർഡേഡ് പെയർ ബി എയും, അതായത് ഫസ്റ്റ് എലമെന്റ് എന്ത് ചെയ്യുന്നു? ഫസ്റ്റും സെക്കൻഡ്, ഇത് ഫസ്റ്റ് എലമെന്റ് എ, സെക്കൻഡ് എലമെന്റ് ബി. അപ്പം അത് തിരിച്ചു വരണം. അതായത് ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റും ആവണം, സെക്കൻഡ് എലമെന്റ് ഫസ്റ്റ് എലമെന്റും ആവണം. അങ്ങനെ വരുന്ന എല്ലാ കളക്ഷനും എവിടെ കാണണം? ആറിൽ കാണണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, 1 1 1 1 എന്ന് പറയുമ്പോൾ സിമെട്രിക് ആണ്. 1 1 സെയിം നമ്പർ. അപ്പൊ തിരിച്ച് 1 1 എന്ന് പറഞ്ഞാൽ അത് അതിനകത്ത് തന്നെ ഉണ്ട്. 2 2 ഉണ്ട്, 3 3 ഉണ്ട്. അപ്പൊ അത് പ്രോബ്ലം അല്ല. ഇനി അടുത്ത നോക്കിക്കേ, 1 2 എന്നൊരു എലമെന്റ് എവിടെ ഉണ്ട്? ആറിലുണ്ട്. അപ്പൊ 1 2 ഉണ്ടെങ്കിൽ തിരിഞ്ഞുള്ള എലമെന്റ് എവിടെ വരണം? ആറിൽ തന്നെ വരണം. 2 1 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. 2 1 ഉണ്ടോ? 2 1 ഉണ്ടല്ലോ, ഉണ്ട്.
അപ്പൊ 2 1 ഉള്ള സ്ഥിതിക്ക് ഇനി വേറെ എലമെന്റ്സ് ഒന്നും ഇല്ല. വേറെ എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനും എന്തുണ്ട്, എ ബി റിലേറ്റഡ് ടു ആർ ആണെങ്കിൽ ബി എ റിലേറ്റഡ് ടു ആർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് കൺക്ലൂഡ് ചെയ്യാൻ, സിമെട്രിക് ആണോ അല്ലയോ എന്ന് കൺക്ലൂഡ് ചെയ്യാൻ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന എലമെന്റ് 1 1 2 2 3 3 ഒക്കെ ഓക്കെ ആണ്. 1 2 സിമെട്രിക് ആയിട്ട് എലമെന്റ് വരുന്നുണ്ടോ? ഉണ്ട്. 2 1 വരുന്നുണ്ട്. 1 2 is element of R. 2 1 is also an element of R. വേറെ എലമെന്റ്സ് ഒന്നും തന്നെ ഇല്ല. സോ വി ക്യാൻ സേ ദാറ്റ് R is symmetric. അതുകൊണ്ട് R എന്താന്ന് പറയാം, സിമെട്രിക് ആന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ R എന്തായി, സിമെട്രിക് ആയി. ഇനി നോക്കിക്കേ, വേറൊരു എക്സാമ്പിൾ നോക്കിക്കേ. എ എന്ന് പറയുന്നത് 1 2 3 ആണ് അല്ലെ? റിലേഷൻ തന്നിരിക്കുന്ന നോക്കേ, 1 1 2 2 3 3 1 2 2 3. ഇത് റിലേഷൻ ആണോ? അതെ, ഇത് റിലേഷൻ ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും റിലേഷൻ എന്ത് ചെയ്യാം, ഡിസ്ക്രൈബ് ചെയ്യാം. ഇപ്പൊ റിലേഷൻ ആണ്. ഇനി തന്നിരിക്കുന്ന റിലേഷൻ സിമെട്രിക് ആണോ അത് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യണം? 1 1 2 2 3 3 ഐഡന്റിക്കൽ എലമെന്റ്സ് വരുന്നത് എന്താണ്, സിമെട്രിക് ആയിരിക്കും. കാരണം അത് തിരിച്ചെഴുതിയാലും അങ്ങനെ തന്നെയാണ്. ഇനി നോക്കിക്കേ, 1 2 നോക്കിക്കേ. 1 2 എന്ന് പറയുന്നതിന്റെ എ ബി ആണെങ്കിൽ ബി എ ആറിലുണ്ടോ നോക്കുക. ബി എന്ന് പറയുന്നത് എന്താണ്, 2 1 ആറിലുണ്ടോ? 2 1 ആറിലില്ല. 1 2 ആറിലുണ്ട്. ബട്ട് 2 1 ഈസ് നോട്ട് ഇസ് എൻ എലമെന്റ് ഓഫ് ആർ. സോ അത് ആറിലില്ല. ഇനി വേറൊരു എലമെന്റും കൊടുത്തിട്ടുണ്ട് 2 3 ആറിലുണ്ട്. പക്ഷെ 3 2 ആറിലുണ്ടോ? 3 2 ആറിൽ. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മതി? സത്യം പറഞ്ഞാൽ 2 3 നോക്കേണ്ട കാര്യമില്ല. 1 2 നോക്കിയപ്പം 2 1 അതിലില്ല. അപ്പൊ തന്നെ എന്ത് പറയാം, ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക് എന്ന് പറയാം. ഏതെങ്കിലും ഒരു എലമെന്റിന്റെ റിവേഴ്സ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ എ ബി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ കറസ്പോണ്ടിങ് ബി എ എലമെന്റ് ഓഫ് ആർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഏതെങ്കിലും ഒരു എലമെന്റിന് അത് വെരിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. ഇപ്പൊ തന്നിരിക്കുന്ന റിലേഷൻ എന്തല്ല, സിമെട്രിക് അല്ല. സിമെട്രിക് ക്ലിയർ ആണോ? റിഫ്ലെക്സീവ് പഠിച്ചു, സിമെട്രിക് പഠിച്ചു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇമ്പോർട്ടന്റ് റിലേഷൻ ഈസ് വാട്ട്? ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ് റിലേഷൻ. എന്താണ് ട്രാൻസിറ്റീവ് റിലേഷൻ? ട്രാൻസിറ്റീവ് റിലേഷൻ എന്താണ് ട്രാൻസിറ്റീവ് റിലേഷൻ? നമ്മൾ റിഫ്ലെക്സീവിൽ എന്താണ് പഠിച്ചത്? ഒരു എലമെന്റിനെ ആ എലമെന്റുമായിട്ട് എന്ത് ചെയ്യുന്നു, റിലേറ്റ് ചെയ്യുന്നു. സിമെട്രിക്കില് രണ്ട് എലമെന്റ്സ് എടുത്തിട്ട് അതിനെ തിരിച്ച് എഴുതാൻ പറ്റുന്നെങ്കിൽ അത് എന്താണ്, സിമെട്രിക് റിലേഷനിൽ വരുമെന്ന് പഠിച്ചു. ഇനി ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ 3 എലമെന്റ്സിനെയാണ് കണക്ട് ചെയ്യുന്നത്. 3 എലമെന്റ്സിനെ എങ്ങനെ എടുക്കുന്നു? എയിലുള്ള 3 എലമെന്റ്സ് നമ്മളെല്ലാം ഡിഫൈൻ ചെയ്യുന്ന ഒരു സെറ്റിലായിരിക്കും. ഒന്നി എ ടു ബി അല്ലെങ്കിൽ എ ഇറ്റ്സെൽഫ്. സോ സെറ്റിൽ നിന്ന് നമ്മൾ 3 എലമെന്റ്സ് എടുക്കുന്നു, എ ബി സി. ഓക്കെ, എ ബി സി 3 എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ റിലേഷനകത്ത് എ ബി ഒരു എലമെന്റ് ആണ്. എ ബി ഇസ് എൻ എലമെന്റ് ഓഫ് ആർ. അതായത് നമുക്ക് തന്നിരിക്കുന്ന റിലേഷനകത്ത് എ ബി എന്താണ്, ഒരു എലമെന്റ് ആണ്. തന്നിരിക്കുന്ന റിലേഷനകത്ത് ബി സിയും ഒരു എലമെന്റ് ആണ്. അപ്പൊ എ ബിയും ബി സിയും എവിടെ ഉണ്ട്? ഓൾറെഡി ആറിലുണ്ട്. ആർ ഈസ് എ റിലേഷൻ ഓൺ സെറ്റ് എ. എന്ന് പറയുന്ന ഒരു സെറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിലേഷൻ ആറ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ എയിലുള്ള എലമെന്റ്സ് ആണ് ആര്? എ ബി സി ഒക്കെ എവിടെ വരും? ഈ എയിലെ എലമെന്റ്സ് ആണ്. ഓക്കെ, എയിലെ എലമെന്റ്സ് ആണ് എ ബി സി. അപ്പൊ എ ബി ആറിലുണ്ടോന്ന് അറിയാം, നമ്മൾ നോക്കി. അപ്പൊ ബി സിയും ആറിലുണ്ടോന്ന് നോക്കി. അങ്ങനെയാണെങ്കിൽ എ സി എന്ന എലമെന്റ് എവിടെ ഉണ്ടെങ്കിൽ, ആറിലുണ്ടെങ്കിൽ, അപ്പൊ എ ബി ആറിലുണ്ട്, ബി സി ആറിലുണ്ട്, ഓൾറെഡി പെയർ ബി സി ആറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി പെയർ എ സി ആറിലുണ്ടെങ്കിൽ അതെന്താന്ന് പറയാം, ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ 3 എലമെന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ആണ് ട്രാൻസിറ്റീവ് റിലേഷൻ. എ ബി എലമെന്റ് ഓഫ് ആർ ആണ്, ബി സി എലമെന്റ് ഓഫ് ആർ ആണ്. ഇത് രണ്ടും നമുക്ക് അതിന് ഡയറക്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ സി എലമെന്റ് ഓഫ് ആറും അതിൽ കണ്ടെത്താൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് പറയാം ദ റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്. ക്ലിയർ? സോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ? എ റിലേഷൻ സാറ്റിസ്ഫൈങ് എ ബി എലമെന്റ് ഓഫ് ആർ ആൻഡ് ബി സി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് ദാറ്റ് വാട്ട്, എ സി എലമെന്റ് ഓഫ് ആർ. എ സി എലമെന്റ് ഓഫ് ആർ നമുക്ക് അത് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ എന്ത് പറയാം, ദ റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്. ഇവിടെ നോക്കിക്കേ, എ ബിയും ബി സിയും ആറിലുണ്ടെങ്കിൽ മതി എന്ത്, എ സി ആറിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, എ ബിയും ബി സിയും ആറിലുണ്ടെങ്കിൽ എ സി ഉറപ്പായിട്ടും എവിടെ വേണം, ആറിൽ വേണം. എ ബി മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് എന്താ ആവശ്യമില്ല, ട്രാൻസിറ്റീവ് ആണോ എന്ന് എ സി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി എന്തായിരിക്കും, ട്രാൻസിറ്റീവ് ആയിരിക്കും. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1 1 2 2 3 3 1 2 2 1. ഈ റിലേഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. 1 1 1 2 ഇത് രണ്ടും എവിടെ ഉണ്ട്, ആറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം, ഈ ഫസ്റ്റ് എലമെന്റും ലാസ്റ്റ് എലമെന്റും ദാറ്റ് ഈസ് 1 2 എവിടെ വരണം, ആറിൽ വരണം. അത് ആറിലുണ്ടല്ലോ. ആറ് ഓൾറെഡി സെക്കൻഡ് എലമെന്റ് തന്നെയല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന ഡിഫറെന്റ് എലമെന്റ്സ് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1 2 1 2 2 1.
1 2 2 1. അപ്പൊ 1 1 എവിടെ ഉണ്ടോ നോക്കണം, ആറിലുണ്ടോ നോക്കണം. 1 1 ആറിലുണ്ടോ? 1 1 ആറിലുണ്ട്. സോ ദ റിലേഷൻ ഈസ് വാട്ട്? ട്രാൻസിറ്റീവ് റിലേഷൻ. ദ റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ് റിലേഷൻ. ഇനി വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. എ എന്ന് പറയുന്നത് 1 2 3 തന്നെ എടുക്കുന്നു. റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന 1 1 2 2 3 3 1 2 2 3. ഓക്കെ, 1 1 2 2 3 3 1 2 2 3. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മള് 1 1 ആരുമായിട്ട് ഡിഫൈൻ ചെയ്താലും സെക്കൻഡ് എലമെന്റ് തന്നെ വരത്തുള്ളൂ. 2 2 അതേപോലെ തന്നെ 2 2 2 3. 2 2 നോക്കുമ്പോ 2 2 2 3. സോ 2 3 2 3 തന്നെയല്ലേ ഇവിടെ വന്നേക്കുന്നത്, അങ്ങനെ തന്നെ വന്നേക്കുന്നത്. 3 3 നോക്കുമ്പോഴും അങ്ങനെ തന്നെ. 3 വരുന്ന സ്റ്റാർട്ടിങ്ങിൽ വരുന്ന എലമെന്റ് ഇല്ല. ബട്ട് ലുക്ക് ഓൺ ദിസ് 2 എലമെന്റ്സ്. 1 2 1 2 എവിടെ ഉണ്ട്? ആറിലുണ്ട്. ആ 2ൽ എൻഡ് ചെയ്യുന്ന 2 3 എവിടെ ഉണ്ട്? ആറിലുണ്ട്. സോ 1 2 ഈസ് ആൻ എലമെന്റ് ഓഫ് ആർ, ആറിലുണ്ട്. 2 3 ഈസ് ആൻ എലമെന്റ് ഓഫ് ആർ, അതും ആറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 1 3 എവിടെ ഉണ്ടോ നോക്കണം, ആറിലുണ്ടോ നോക്കണം. ഈസ് 1 3 ആൻ എലമെന്റ് ഓഫ് ആർ? 1 3 ആറിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. 1 3 ആറിലുണ്ടോ? നോ, 1 3 is not an element of R. 1 3 എവിടെ ഇല്ല? ആറിലില്ല. So we can conclude that it is not a transitive relation. തന്നിരിക്കുന്ന റിലേഷൻ എന്തല്ല? ട്രാൻസിറ്റീവ് റിലേഷൻ അല്ല. ക്ലിയർ അല്ലേ? ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? 3 റിലേഷൻസ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാ പഠിച്ചത്? റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഇനി ഇക്വലൻസ് റിലേഷൻ ആവണമെങ്കിൽ നമ്മുടെ മെയിൻ ടോപ്പിക് എന്തായിരുന്നു? ഇക്വലൻസ് റിലേഷൻ. ഇക്വലൻസ് റിലേഷൻ ആവണമെങ്കിൽ, അതായത് തന്നിരിക്കുന്ന ഒരു റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആകണമെങ്കിൽ അത് എന്ത് ഫോളോ ചെയ്യുന്ന നോക്കിയാൽ മതി. ഈ പറഞ്ഞ 3 റിലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ? ദാറ്റ് ഈസ് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? ഇത് 3 ഫോളോ ചെയ്യുന്ന റിലേഷനെ വിളിക്കുന്ന പേരാണ് ഇക്വലൻസ് റിലേഷൻ. ഓക്കെ, എ റിലേഷൻ വിച്ച് ഇസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഒരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്നത് 1 2 3. സെയിം എക്സാമ്പിൾസ് ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആർ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന 1 1 2 2 3 3 1 2 2 1. ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ റിഫ്ലെക്സീവ് ആണോ നോക്കിക്കേ. ഇവിടെ തന്നിരിക്കുന്ന എലമെന്റ്സ് 1 2 3 തന്നെയാണ്. അപ്പൊ 1 1 2 2 3 3 എലമെന്റ് ഓഫ് ആർ ആണ്. സോ ആർ ഈസ് റിഫ്ലെക്സീവ്. ഇത് സിമെട്രിക് ആണോ നോക്കിയേ, 1 2 ഉണ്ട്, 2 1 ഉണ്ട്. സോ ഇറ്റ് ഈസ് സിമെട്രിക്. ട്രാൻസിറ്റീവ് ആണോ നോക്കിയേ, 1 2 then 2 2, that is 1 2 is an element of R. 2 1 2 1 1 2 2 2 2 2 is also an element of R. So it is reflexive, symmetric, transitive. ഇത് 3 ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് എന്താന്ന് പറയാം? This is an example for equivalence relation. അതേപോലെ നമുക്ക് ഒരു എക്സാമ്പിളോട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിളിന്റെ പ്രത്യേകത, ഈ റിലേഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇത് ഐഡന്റിക്കൽ റിലേഷൻ ആണ്. ഓക്കെ, ഐഡന്റിക്കൽ റിലേഷൻ 1 1 2 2 3 3 എന്ന് പറയുന്നത് ഐഡന്റിക്കൽ റിലേഷൻ ആണ്. സോ ഐഡന്റിക്കൽ റിലേഷൻ എന്ത് തന്നെയാണ്? ഇക്വലൻസ് റിലേഷൻ തന്നെയാണ്. കാരണം അത് ഈ പറയുന്ന റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ഫോളോ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇക്വലൻസ് റിലേഷൻ. ക്ലിയർ ആണല്ലോ? സോ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, ഇത് 3 കൂടെ വരുമ്പോൾ അത് എന്തായിട്ട് മാറും? ഇക്വലൻസ് റിലേഷൻ ആയിട്ട് മാറും. ഇനി 2025 കീമിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു റിലേഷൻ അവർ തന്നിട്ടുണ്ട്. ആ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് എ എന്ന് പറയുന്നത് 4 5 7 8 9 ആണ്. ഈ തന്നിരിക്കുന്ന സെറ്റില് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആർ ട്രാൻസിറ്റീവ് ആണോ, സിമെട്രിക് ആണോ, റിഫ്ലെക്സീവ് ആണോ, ഇക്വലൻസ് റിലേഷൻ ആണോ, അതോ ഒരു ഫംഗ്ഷൻ ആണോ? തന്നിരിക്കുന്ന ഓപ്ഷൻസ് അതൊക്കെയാണ്. ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, സിമെട്രിക് ആണോ, റിഫ്ലെക്സീവ് ആണോ. അപ്പൊ നമുക്ക് 1 by 1 ഓപ്ഷൻസ് ബൈ ഓപ്ഷൻസ് നോക്കാം. നോക്കിക്കേ, ഇവിടെ ആർ എന്ന് പറയുന്നത് 4 4, ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുക. 4 4 4 5 5 7 4 8 5 5 7 8 7 7 7 5 8 8 6. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഇതില് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ അല്ലെ? അപ്പൊ നമുക്ക് ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? എ ബി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ എങ്ങനെ എഴുതുന്നേ? എ ബി ഈസ് ആൻ എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ ബി സിയും എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ എന്ത് കിട്ടണം? ദാറ്റ് ഇംപ്ലൈസ് എ സി എലമെന്റ് ഓഫ് ആർ. ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ഇത് വൈലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും എക്സാമ്പിൾ ഇതിലുണ്ടോ നോക്കുക. ഇപ്പൊ 4 5 4 5 5 7, ദാറ്റ് ഇസ് 4 7. 4 7 ഇതിലുണ്ടോ? 4 7 ഇതിലില്ല. 4 5 ഉണ്ട്. 4 5 ഈസ് ആൻ എലമെന്റ് ഓഫ് ആർ. ശരിയല്ലേ? 4 5 ഈസ് ആൻ എലമെന്റ് ഓഫ്
R. Then 5, 7 is an element of R. That implies എന്ത് വരണം 4, 7 is an element of R വരണം. But 4, 7 is not an element of R. 4, 8 അല്ലേ ഉള്ളൂ. 4, 7 ഉണ്ടോ? ഇല്ല. So 4, 7 ഇല്ല. So 4, 7 is not an element of R. 4, 7 is not an element of R ആവുമ്പോൾ ഇത് എന്താവും? ട്രാൻസിറ്റീവ് ആകില്ല. ഏതെങ്കിലും ഒരെണ്ണം വയലേറ്റ് ചെയ്ത് എന്താവില്ല? ട്രാൻസിറ്റീവ് ആകില്ല. ശരിയല്ലേ? നെക്സ്റ്റ് സിമെട്രിക്. ഈ പറയുന്ന ഓർഡേർഡ് പേയേഴ്സ് തന്നിരിക്കുന്ന ആറിലുള്ള ഓർഡേർഡ് പേയേഴ്സ് എല്ലാം സിമെട്രിക് കീപ്പ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ സിമെട്രിക് റിലേഷനിലാണോ ആറ് ഇത് ചെക്ക് ചെയ്യുക. അപ്പൊ അതിൽ ഓരോ എലിമെന്റ്സ് എടുത്ത് ചെക്ക് ചെയ്യുക. 4, 4 നോക്കേണ്ട കാര്യമില്ല. 4, 5. 5, 4 ഉണ്ടോ? 5, 4. 5, 4 ഇല്ല. ഇപ്പൊ 4, 5 ഉണ്ട്, ബട്ട് എന്തില്ല? 5, 4 ഇല്ല. 4, 5 is an element of R ആണ്, but 5, 4 is not an element of R. 4, 5 ഉണ്ട്, but 5, 4 എവിടെ ഇല്ല? ആറിലില്ല. സോ ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. സിമെട്രിക് അല്ല. ഇനി റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് അറിയണമെങ്കിൽ നമ്മളെ സെറ്റിലെ എലമെന്റ്സ് ആരൊക്കെയാന്ന് അറിയണം. സെറ്റിലെ എലമെന്റ്സ് ആരൊക്കെയാ? 4, 5, 7, 8, 9. ഇതാണ് നമ്മുടെ സെറ്റ് എയിലെ എലമെന്റ്സ്. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ ഈ എലമെന്റ്സ് സെയിം എലമെന്റ്സുമായിട്ട് എന്ത് ചെയ്യണം? റിലേറ്റഡ് ആവണം. സോ 4, 4, 4 ഉണ്ട്. 5, 5 ഉണ്ടോ? 5, 5 ഉണ്ട്. 7, 7 ഉണ്ട്. 8, 8 കണ്ടോ? 4, 4 നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? ഈ പറയുന്ന ട്രാൻസിറ്റീവ് അല്ല, സിമെട്രിക് അല്ല, റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യാ? 4, 5, 7, 8, 9 അല്ലേ എയിൽ എലമെന്റ്സ്. അപ്പൊ 4, 4 റിലേറ്റഡ് ആണോ? 4, 4 ഉണ്ട്, എലമെന്റ് ഓഫ് ആർ ആണ്. പിന്നെ എലമെന്റ് ഓഫ് ആർ ആണ്. പിന്നെ ആരാ ഉള്ളത്? 5, 5 ഉണ്ട്, അത് എലമെന്റ് ഓഫ് ആർ ആണ്. പിന്നെ 7, 7 ഉണ്ടോ? 7, 7 ഉണ്ട്, എലമെന്റ് ഓഫ് ആർ ആണ്. 8, 8 ഉണ്ടോ? 8, 8 ഉണ്ട്, എലമെന്റ് ഓഫ് ആർ ആണ്. 9, 9 ഉണ്ടോ? 9, 9. Yes, it is also element of R. So ഈ എലമെന്റ്സ് എല്ലാം, അതായത് എയിലെ എലമെന്റുകളെല്ലാം എന്താണ്? റിലേറ്റഡ് ആണ്. ആ എലമെന്റുകളോട് തന്നെ സെയിം എലമെന്റ്സ് തമ്മിൽ എന്താണ്? റിലേറ്റഡ് ആണ്. സോ ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്. എന്ത് പറയാം? ഇത് റിഫ്ലെക്സീവിന് എക്സാമ്പിൾ ആണ് പറയാം. ഇതിന് എക്സാമ്പിൾ ആ, റിഫ്ലെക്സീവിന് എക്സാമ്പിൾ ആണ് പറയാം. അപ്പൊ നമുക്ക് ആൻസർ സി എന്ന് കിട്ടി. പക്ഷെ ഇക്വലൻസ് ബാക്കി ഓപ്ഷൻസിലൂടെ ചെക്ക് ചെയ്യുമ്പോൾ ഇക്വലൻസ് റിലേഷൻ ആവോ? ഇല്ല. ഇക്വലൻസ് റിലേഷൻ ആവണമെങ്കിൽ ട്രാൻസിറ്റീവ്, സിമെട്രിക്, റിഫ്ലെക്സീവ് ഇത് മൂന്നും കൂടെ വന്നാലേ എന്ത് വരത്തുള്ളൂ? ഇക്വലൻസ് റിലേഷൻ വരത്തുള്ളൂ. സോ ഇറ്റ് ഈസ് നോട്ട് ഇക്വലൻസ് റിലേഷൻ. ഇനി ഇത് ഫംഗ്ഷൻ ആവോ? എന്താണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ? ഫംഗ്ഷൻ എന്ന് പറയുന്നത് എവിടെ നിന്നാ? ഒരു സെറ്റിൽ നിന്നും വേറൊരു സെറ്റിലേക്ക് തന്നെയാണ്. റിലേഷനെ പോലെ തന്നെയാണ് ഫംഗ്ഷനും. പക്ഷെ ഫംഗ്ഷന്റെ പ്രത്യേകത എയിൽ നിന്നും ഒരെലമെന്റ് എടുത്താൽ അത് യുണീക്ക് ആയിട്ടായിരിക്കും എങ്ങോട്ടേക്ക് പോകുന്നത്? ബിയിലേക്ക് പോകുന്നത്. മനസ്സിലായോ? അപ്പൊ എയില് എ, ബി, സി 3 എലമെന്റ്സ് ഉണ്ട്. ബിയില് 1, 2 2 എലമെന്റ്സേ ഉള്ളെന്ന് വിചാരിക്കാം. ഇപ്പൊ ഫംഗ്ഷൻ എന്ന് പറയുമ്പം എന്താണ്? എയിൽ നിന്നും ഒരു ഇമേജ് പോയി കഴിഞ്ഞാൽ ഇപ്പൊ എനെ 1 റിലേറ്റ് ചെയ്തു. ഓക്കെ, എ 1 റിലേറ്റ് ചെയ്തു. പിന്നെ എക്ക് എന്തില്ല? വേറൊരു ഇമേജ് ഇല്ല. മനസ്സിലായോ? എക്ക് ഒരു യുണീക്ക് ഇമേജേ കാണത്തുള്ളൂ. ബിക്ക് ആണെങ്കിൽ ഒരു യുണീക്ക് ഇമേജേ കാണത്തുള്ളൂ. സിക്ക് ആണെങ്കിൽ ഇവിടെ 3, 4 കൊടുക്കുവാണെങ്കിൽ സിക്ക് ആണെങ്കിൽ ഒരു യുണീക്ക് ഇമേജേ കാണത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞാൽ, അപ്പൊ ഇവിടെ കുറച്ചുകൂടെ റൂൾസ് എന്താണ്? സ്ട്രിക്റ്റ് ആണ്. റിലേഷനേക്കാളും കുറച്ചുകൂടെ റൂൾസ് സ്ട്രിക്റ്റ് ആവുമ്പോൾ അത് എന്തായിട്ട് മാറും? ഫംഗ്ഷൻ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടുന്നത് ഈ പറയുന്ന എയിലെ എലമെന്റ്സിന്, അതായത് ഫസ്റ്റ് എലമെന്റ്സിന്, ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ്സിന് മൾട്ടിപ്പിൾ ആയിട്ട് ആൻസേഴ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇമേജസ് വരുന്നുണ്ട്. അപ്പൊ എ എന്ന് പറയുമ്പോൾ 1ലേക്ക് മാത്രമേ മാപ്പ് ചെയ്യൂ. ബി എന്ന് പറയുമ്പോൾ 2ലേക്ക് മാത്രമേ മാപ്പ് ചെയ്യൂ. ഈ ബി 3ലേക്ക് കൂടെ മാപ്പ് ചെയ്താൽ ഈ എഫ് എന്താവത്തില്ല? ഒരു ഫംഗ്ഷൻ ആവത്തില്ല. മനസ്സിലായോ? ഇപ്പൊ ബിക്ക് എന്താണ്? ഒറ്റ ഇമേജേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കുമ്പോ ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. നോക്കിക്കേ, 4, 4 എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? 4നെ 4ലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു. ശരിയല്ലേ? അപ്പൊ അതൊരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കുവാണെങ്കിൽ 4നെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? 4ലേക്ക് തന്നെ. ഇനി സെക്കൻഡ് എലമെന്റ് നോക്കേ, ആ റിലേഷനിൽ തന്നെയുള്ള സെക്കൻഡ് എലമെന്റ് ആണേ. 4നെ 5ലേക്ക് മാപ്പ് ചെയ്യുന്നു. അപ്പൊ ഒരേ സമയം 4നെ 4ലേക്കും 4നെ 5ലേക്കും മാപ്പ് ചെയ്യുന്നു. വീണ്ടും ഉണ്ട് മാപ്പിംഗ്. 4നെ 8ലേക്കും മാപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ മൾട്ടിപ്പിൾ മാപ്പിംഗ് ആണ്. ഒന്നിൽ കൂടുതൽ ഇമേജസ് ആർക്ക് വരുന്നു? 4ന് തന്നെ വരുന്നു. സോ അതെന്താവത്തില്ല? ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. അതിന്റെ സൊല്യൂഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. ആറ് ട്രാൻസിറ്റീവ് ആവത്തില്ല, സിമെട്രിക് ആവത്തില്ല, ബട്ട് റിഫ്ലെക്സീവ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഓക്കെ, ഇക്വലൻസ് റിലേഷനും ഫോളോ ചെയ്തില്ല. കാരണം എന്തല്ല? സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വലൻസ് റിലേഷൻ ചെക്ക് ചെയ്യുന്നത്.
സോ കീമില് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന റൂൾസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏത് റിലേഷൻ തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഓപ്ഷൻസ് ഈ പറഞ്ഞ രീതിയിൽ എലിമിനേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഇറ്റ് ഈസ് ക്ലിയർ. ഈ പറഞ്ഞ കോൺസെപ്റ്റുകളെല്ലാം നമ്മൾ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.